पहचानो कहां से आया मैं हूं कौन अर्जी भालो मुझे पहचानो कहां से आया मैं हूं कौन मैं हूं कौन मैं हूं कौन ആറാട്ടിക്കുകയാണ് ഇത് ആറാട്ടിക്കുകയാണ്. എന്റെ പേരിന്റെ മീനിങ് പുലർച്ച എന്നാണ്. ഈ രാവിലത്തെ സമയല്ലേ, ഡോൺ. അതാ നിന്റെ വിഷമം അല്ല. അച്ഛൻ ആകെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാനും ചാണകം, നിങ്ങളും ചാണകം, നമ്മളെല്ലാവരും ചാണകമാണ്. പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ബോയ്സ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ അവരുടെ പേര് ഗേളിന്റെ പേരായിട്ടൊക്കെ സേവ് ചെയ്യുമല്ലോ. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. അതൊരു ദിവസം എന്തായാലും പിടിക്കപ്പെടുമല്ലോ. അപ്പൊ അതൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഫുൾ ഉടായിപ്പല്ലേ? എനിക്ക് എല്ലാത്തിനും ഞാൻ ഒരു ഹോട്ടൽ റൂമിൽ 2 ദിവസം താമസിച്ചിട്ട് മറ്റേ പോകുമ്പോ തന്നെ ഞാൻ റൂമിന് പോയിട്ട് ആറ്റേക്കും. ഷാജേട്ടാ ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. പക്ഷെ ഉറക്കത്തില് പിച്ചുമേ സംസാരിക്കുന്ന ആളാണ്. ആരാണാവോ അത്? ഞാനാണാവോ അത്? ആട്ടെ, അയാളുടെ തലയ്ക്ക് വല്ല വട്ടുമുണ്ടോ? ഇതുവരെ ഇല്ല. എങ്കിൽ ഉടനെ വന്നോളൂ. ഇംഗ്ലീഷ് ആട്ടോ, അത് ഭയങ്കര പെർട്ടിക്കുലറാണ്. ഇംഗ്ലീഷിലെ കൊച്ചിലെ തൊട്ടേ ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ എണീറ്റ് നിന്ന് ഇംഗ്ലീഷിൽ സ്പീച്ച് ഒക്കെ പറയാറുണ്ട്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നത് എനിക്ക് ഇതുവരെ അങ്ങ് സെറ്റ് ആയിട്ടില്ല. പലരും പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പല പ്രാവശ്യം പഠിക്കാൻ നോക്കിയിട്ടുമുണ്ട്. പക്ഷെ എന്തിനാ പഠിക്കുന്നത്? ഞാൻ എത്ര കാലം തുടങ്ങിയിട്ട് ഒരു സ്മൂത്ത്നെസ് ഇതുവരെ ആയിട്ടില്ല. എപ്പോഴും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്തെങ്കിലും കുളവാകും. പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോലിച്ചൻ പറഞ്ഞേ. ഇപ്പൊ ഒരു ലോറി കൈ തന്നിട്ട് ഓടിക്കാൻ പറഞ്ഞാലും എനിക്കെന്തോ വലിയ പേടിയില്ല. എന്തോന്ന് ഇപ്പൊ ഒരു ലോറി കൈ തന്നിട്ട് ഓടിക്കാൻ പറഞ്ഞാലും എനിക്കെന്തോ വലിയ പേടിയില്ല. തള്ളി വീട് വരെ എത്തിക്കണേ കേട്ടോ. കാറൊക്കെ വെരി കംഫർട്ടബിൾ. സ്കൂട്ടർ എന്തോ ഒരു നാക്ക് അങ്ങ് വരുന്നില്ല. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരുപാടുണ്ടല്ലോ. എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബോഡി. ഐ തിങ്ക് ഐ എം എ വെരി എംപത്തറ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ട്, പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് ഫീൽ ആവും. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. ഞാൻ ആദ്യം ചെയ്യുന്ന 2 കാര്യങ്ങൾ, വെള്ളം കുടിക്കും. ഞാൻ ഉറക്കം എണീറ്റ് ഉടനെ ഐ ഡ്രിങ്ക് വാട്ടർ. എന്നിട്ട് അത് മൂത്രമൊഴിച്ച് കളയണം. റെസ്പോൺസിബിലിറ്റി. കാരണം ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഐ എം എ റെസ്പോൺസിബിൾ പേഴ്സൺ. അതുകൊണ്ട് എനിക്ക് ഇറസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമില്ലായ്മ എനിക്ക് അത്ര ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്കിത് ഇഷ്ടമില്ല. സിയുടെ ഒരു ഗുഡ് ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ ആള് ഭയങ്കര ചില്ലാണ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓസി ഈ പറഞ്ഞ ആ പോസിറ്റീവ് തന്നെയാണ് അവളുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചില്ലാണ്. എല്ലാം അവൾക്കൊരു സാമട്ടാണെന്ന് ചില സമയങ്ങളിൽ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഊഞ്ഞാലാട്ടിയതല്ലേ ഇലക്ഷന്റെ സമയത്തൊക്കെ പിന്നെ നല്ല പോലത്തെ ആവശ്യമില്ലാത്ത കമന്റുകളൊക്കെ വരാറുണ്ടായിരുന്നു. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. മറ്റേ ചാണകത്തിൽ വീണോ, ചാണകത്തിൽ ചവിട്ടിയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരാറുണ്ടായിരുന്നു. ഏതായാലും പറ്റി ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി. പിന്നെ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പോട്ടുമില്ലെന്ന് ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ആറാട്ടിക്കുകയാണ് ഇത് ആറാട്ടിക്കുകയാണ്. ട്രോളുകളെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? ഒരേ സമയം എനിക്ക് നല്ലതും തന്നുണ്ട്, ചീത്തയും തന്നുണ്ട്. അത് ശരിയാ, നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരുവാ. ട്രോള് കാരണമാണ് കുറെയൊക്കെ ആൾക്കാർ എന്നെ അറിയപ്പെട്ടത്. അപ്പൊ വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്നോട് ഈയിടെയായിട്ട് അവൾ കുറച്ച് അനുഭവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിന്നോടോ? എടാ നീ ഒരു മഹാമണ്ടൻ തന്നെ. പ്രണവിനോട് ഒരുപാട് ആരാധന തോന്നി. അതായത് നല്ല ഭംഗിയുണ്ട് കാണാൻ, അഭിനയം ഒരുപാട് നന്നായിട്ടുണ്ട്. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. പിന്നെ അതിന്റെ BGM-ഉം എല്ലാം കൂടി വന്നപ്പോഴേ ദർശന നന്നായിട്ടുണ്ട്, കല്യാണി നന്നായിട്ടുണ്ട്. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? എനിക്ക് കല്യാണിയുടെ ക്യാരക്ടർ ചെയ്താൽ നന്നായിരുന്നു. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അപ്പൊ എനിക്ക് മനസ്സിലായി, ആ പാട്ട് കണ്ടപ്പോ മനസ്സിലായി പ്രണവ് ജീവിതത്തിലും നല്ലൊരു ഭർത്താവായിരിക്കും. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എനിക്ക് എല്ലാ മേഖലയിലും ഒരു കയ്യൊപ്പ് പതിപ്പിക്കണം എന്നുള്ളൊരു, അതായത് പാട്ട്, ഡാൻസ്, ആക്ടിങ്, എല്ലാം എനിക്ക് ഇഷ്ടമാണ്. സകലകലാവല്ലഭൻ. പക്ഷെ വകടിരിവ് വട്ടപൂജ്യം. മുമ്പ് ഞാൻ എൻ്റെ ഒരു സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചു. ഭാഗ്യമാണ് ഇവന്റെ ഭാഗ്യമാണ്. ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. നിബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടനാണ് എന്നോട് ചോദിച്ചേ നമുക്കൊരു പാട്ട് പാടിയാലോ. എന്റെ ശനിദശയ്ക്ക് ഞാൻ ഒരു കുളൂസ് അടിച്ചുപോയി. അത് ഈ പെണ്ണ് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഞാൻ വിചാരിച്ചില്ല. സിനിമയിൽ വന്നപ്പോ തൊട്ട്
പാട്ട് എനിക്ക് ഉള്ളൊരു ആഗ്രഹമാണ് സിനിമയിൽ പാടണം എന്നുള്ളത്. ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്. ഉണക്കം മുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നോക്കിയ അടുത്ത ബസ് എപ്പോഴാന്നാ പറഞ്ഞത്? തേങ്ങക്കൊത്തൊന്ന് കൊരിക്ക കൊരിക്ക വെറ്റലും പാമ്പും ചവയ്ക്ക ചവയ്ക്ക. എങ്ങനെ അളിനാതൊന്നോടി പറഞ്ഞേ ഏത് ഇപ്പൊ പറഞ്ഞില്ലേ? വെറ്റലും പാമ്പും ചവയ്ക്ക ചവയ്ക്ക. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുക. കരിമൂർക്കം തന്നെ പാച്ചൻ വൈദ്യര് പറഞ്ഞത്. തേങ്ങക്കൊത്തൊന്ന് കൊരിക്ക കൊരിക്ക വെറ്റലും പാമ്പും ചവയ്ക്ക ചവയ്ക്ക. മലയാള കുന്ന് കഴുത. പന്തല് മുഴുവൻ തിരക്ക തിരക്ക പെണ്ണും ചെക്കനും വേർക്ക വേർക്ക. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. പെണ്ണിന്റെ മുഞ്ചൊന്നു കണ്ടൊക്കെ കണ്ടൊക്കെ എന്നിട്ട് പിന്നെ അങ്ങനെ പെണ്ണും ചെക്കനും ഇട്ട് കഴിഞ്ഞ് പറക്ക പറക്ക. നിർത്ത്. ആക്ഷനും അർത്ഥവും ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ഒരു പ്രിൻസസ് ആയിട്ട് അഭിനയിക്കണം, എനിക്കൊരു വേൾഡ് ഇൻഫ്ലുവൻസർ ആയിട്ട് അഭിനയിക്കണം. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? എനിക്കൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അഭിനയിക്കണം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഞാന് തെലുങ്കിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഹീറോ ഹീറോയിൻ, നേനു ലേനീന പ്രേമകഥ. പിന്നെ ഇനി ഇറങ്ങാനുള്ളത് ഗന്ധർവ എന്ന് പറഞ്ഞ സിനിമ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? കുറെ പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ ഓർത്തിരിക്കണില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എല്ലാത്തിനും നന്ദി, നന്ദി മാത്രം. നന്ദി മാത്രമല്ലേ. ഞാൻ ഭയങ്കരമായിട്ട് ഓർമ്മിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഇമാജിനേഷനിൽ ജീവിക്കുന്ന ഒരാളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ ഓർമ്മിക്കാൻ എന്താ ചെയ്യണേ, അതിന് വല്ല എക്സസൈസ് ഉള്ളു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഡെയിലി ഡയറി ചെയ്തു. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനാ ചിലപ്പോൾ ധൈര്യം കൊടുക്കാറ്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലേ ഞാനൊരു നോർമൽ അല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. അപ്പം ഞാനിത് പറയുമ്പോൾ എല്ലാവരും പറയും, അതുകൊണ്ടാണ് നിങ്ങളൊരു അഭിനേത്രിയായിട്ട് നിൽക്കുന്നത്, ഇത്തിരി വട്ടുണ്ടാവണം അഭിനേത്രിക്ക്. എന്തോ കുഴപ്പമുണ്ടല്ലോ. പക്ഷെ എനിക്കൊരല്പം കൂടുതലാണോ അത് എന്നൊരു സംശയമില്ലായില്ല. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ അറിയിക്കണം. സിനിമ ഒരിക്കലും എൻ്റെ പാഷനായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന് സിനിമയിൽ വന്ന ഒരാളല്ല. പെട്ടെന്നൊരു കുഴപ്പം പിടിച്ചൊരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം അതൊരു വലിയ പോരായ്മയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനാ ചിലപ്പോൾ ധൈര്യം കൊടുക്കാറ്. ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട്. നേരത്തെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പിന്നെ ആൾക്കാരെന്നെ പറയണു ഞാൻ കുറച്ച് മെച്യൂർഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ചെറിയ വേഷം ചെയ്തിട്ടാണെങ്കിൽ പോലും ഞാൻ വളരെ ഫേമസ് ആയി പെട്ടെന്ന് എൻ്റെ നാട്ടിൽ. അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ എപ്പോഴും എനിക്കൊരു പ്രത്യേക പരിഗണന കിട്ടുക. എവിടെ വെച്ച് കണ്ടാലും കയ്യിൽ പിടിക്കുക, കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ +2 എഴുതി, അതിൻ്റെ ഇടയിൽ +2 എഴുതി പാസ്സായി. ഒരു മാസം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. 2 വർഷത്തതാണ് ഞാൻ പഠിച്ചത് ഒരുമിച്ചിട്ട്. ഒരു മാസം കൊണ്ട് പഠിച്ചിട്ട് എനിക്ക് 55% മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹെവനല്ലേ, കാണും കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ്, നല്ല ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഇത് കടിക്കോ? ചിലപ്പോൾ ഞാനല്ലാണ്ടാവുകയാണ്. എന്താണ് ഞാൻ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് തന്നെ ചിലപ്പോൾ ഉത്തരം കിട്ടാറില്ല. ഇങ്ങനെയാണോ ഞാൻ? ഇങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ടോ? ഒരു പ്രത്യേക സ്വഭാവ. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. എന്തായാലും കുഴപ്പങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. ആ കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കും. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.